ഈ കാണുന്ന 2 പെട്ടികൾ നമുക്ക് പൊട്ടിച്ചെടുത്താലോ? ഇന്നത്തെ വീഡിയോ പെട്ടി പൊട്ടിക്കലാണ്, അതായത് അൺബോക്സിങ് വീഡിയോ ആണ്. എൻ്റെ യൂട്യൂബ് ചാനലിലെ ഫസ്റ്റ് അൺബോക്സിങ് വീഡിയോ ആണ് കേട്ടോ. നമ്മുടെ 2 പെട്ടികളും വന്നിട്ടുള്ളത് നമ്മുടെ സ്വന്തം മീഷോ എന്നാണ്. അപ്പോൾ ഇതാണ് സംഭവം, കണ്ടിട്ട് മനസ്സിലായിട്ടുണ്ടാവും. ഒരു ഫ്ലവർ വേസും മറ്റേത് ഫ്ലവറുമാണ്. രണ്ടും റിലേറ്റഡ് ആയിട്ടുള്ള 2 പെട്ടികളാണ്. അപ്പോൾ ഇതിൻ്റെ പാക്കിങ് നല്ല അടിപൊളിയായിരുന്നു, സെക്യൂറായിട്ടാണ് വന്നത്. ഇതാ ഈ കാണുന്ന സാധനം പൊട്ടുന്നതാണ്. ടെസ്റ്റ് ട്യൂബ് കണക്കത്തൊരു സാധനമാണ്. ടെസ്റ്റ് ട്യൂബ് കണക്കത്തിയല്ല, ടെസ്റ്റ് ട്യൂബ് തന്നെയാണ് വന്നിട്ടുള്ളത്. വീണാൽ പൊട്ടും. നല്ല അടിപൊളി പാക്കിങ്ങിലാണ് വന്നിട്ടുള്ളത്. ഇതാണ് സാധനം. ഇനി നമുക്കത് നമ്മുടെ ഫ്ലവർ വേസിലേക്ക് അങ്ങോട്ട് വെച്ച് കൊടുത്താൽ ഫ്ലവർ വേസ് അവിടെ സെറ്റായി. നെക്സ്റ്റ് നമുക്ക് നമ്മുടെ 2ാമത്തെ പെട്ടി അങ്ങ് പൊട്ടിക്കാം. അതിൽ ഫ്ലവർ ആണെന്ന് പറഞ്ഞില്ലേ, ഇങ്ങനെയുള്ള ഫ്ലവർ എന്നല്ല, കുറച്ചധികം ഫേമസ് ആയിട്ടുള്ള ഫ്ലവറാണ്. കുറച്ചധികം നാളെ ഇതെൻ്റെ കാട്ടിൽ കിടക്കുന്നു. ഇനിയും കാട്ടിൽ കിടന്ന് അവിടെ കിടക്കത്തിയുള്ളൂ എന്ന് തോന്നിയോണ്ട് പെട്ടെന്ന് അങ്ങ് ഓർഡർ ആക്കിയത്. പെട്ടി 2 കിട്ടിയിട്ട് കുറച്ചധികം ദിവസമായെങ്കിലും ഇത് പൊട്ടിക്കാനുള്ള മുഹൂർത്തം ഇന്നാണ് കിട്ടിയത്. അപ്പോൾ ഇത് പൊട്ടിച്ച് വന്നപ്പോഴത്തേക്കും നല്ല സൂപ്പർ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കുറച്ച് ഫ്ലവേഴ്സ് ആയിരുന്നു കേട്ടോ. ഇത് കയ്യിലെടുത്തപ്പോഴില്ലേ, ഇതിലും സോഫ്റ്റ് ആയിട്ടുള്ള ഒരു സാധനം ഞാൻ കയ്യിൽ തൊട്ടിട്ടില്ല എന്ന് പോലും തോന്നിപ്പോയി. അത്രയ്ക്ക് സോഫ്റ്റ് ആയിട്ടുള്ള ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഫ്ലവേഴ്സ് ആയിരുന്നു കേട്ടോ. 6 ഫ്ലവേഴ്സാണ് വന്നത്. പക്ഷെ ഒരു പറ്റിപ്പോയി. ഇതിൽ 2 ഫ്ലവേഴ്സും ഡാമേജഡ് ആയിട്ടുള്ളതായിരുന്നു. അത് കയ്യിൽ കിട്ടിയപ്പോൾ മനസ്സൊന്നും ഇടറിയായിരുന്നു. പക്ഷെ കുഴപ്പമില്ല അഞ്ചിത, ഇത് നമുക്ക് പശ വെച്ച് ഒട്ടിക്കാമെന്ന് മനസ്സിൽ തന്നെ പറഞ്ഞ് ബോധിപ്പിച്ചിട്ട് പിന്നെ അതങ്ങോട്ട് തുടങ്ങി കേട്ടോ. പശ വെച്ച് ആ 2 ഫ്ലവേഴ്സും, ഇതിൽ ഈ കാണുന്ന ഫ്ലവറില്ലേ കുറച്ചധികം ഡാമേജ് ആയിരുന്നു. ഏകദേശം എല്ലാ ഇതും ഇതുപോലെ അഴിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. ആദ്യം വിചാരിച്ചത് റിട്ടേൺ അടിക്കേണ്ടി വരുന്നു. റിട്ടേൺ അടിച്ച് വീണ്ടും വെയിറ്റ് ചെയ്യേണ്ട അവസ്ഥയില്ലേ, അത് ആലോചിക്കുമ്പോൾ മനസ്സിനൊരു വിഷമം. അവസാനം ഞാനതൊരു പശ വെച്ചിട്ട് ഒട്ടിച്ചിട്ട് അങ്ങോട്ട് സെറ്റാക്കി. ഇതിൽ ബാക്കി 4 ഫ്ലവേഴ്സിനും ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല കേട്ടോ. പക്ഷേ ഇത് അടിപൊളി പ്രൊഡക്റ്റ് ആയിരുന്നു. ഇത് എന്തെങ്കിലും കാരണത്താൽ മുകളിൽ ആരെങ്കിലും പിടിച്ച് അമർത്തിയിട്ടോ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും ഇത് ഡാമേജ്ഡ് ആയിട്ടുണ്ടാവുക എന്ന് ഞാൻ വിചാരിക്കുന്നു. ഈ 2 ഫ്ലവറാണ് കുറച്ചധികം ഡാമേജ്ഡ് ആയിട്ടുണ്ടായിരുന്നത്. ഇത് നമുക്കിനി പശ വെച്ച് ഒട്ടിച്ചിട്ട് ഈ സാധനത്തിലേക്ക് കയറ്റാം. ഈ 4 വെച്ചപ്പോൾ തന്നെ ഇത് അടിപൊളി സെറ്റപ്പിലായി നിന്നിരുന്നത്. ബാക്കി 2 കൂടി വെച്ചപ്പോൾ നമ്മുടെ വാഗൺ ട്രാജഡി ഇല്ലേ, അതുപോലെ ആയിപ്പോയി. കുത്തി ഞെരിങ്ങയായിരുന്നു അതിലുണ്ടായിരുന്നത് കേട്ടോ. ഈ 2 വേണ്ടായിരുന്നു എന്ന് ആദ്യം തോന്നിയായിരുന്നു. പക്ഷെ പൈസ കൊടുത്ത് വാങ്ങിയ സാധനം നമുക്ക് വെറുതെ കഴിയാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് തന്നെ പശ വെച്ച് ഒട്ടിച്ചിട്ട് ഞാനെന്താ വീണ്ടും അതിലേക്ക് അങ്ങ് കുത്തി നിറച്ചു കൊടുത്തു. പക്ഷെ കുത്തി നിറച്ചപ്പോഴും നല്ല ഒറിജിനലി ഫ്ലവർ വെച്ച പോലെ തന്നെ ഉണ്ടായിരുന്നു കേട്ടോ. എനിക്ക് വാങ്ങിക്കണം എന്ന് ആഗ്രഹമുണ്ടെങ്കിൽ, അതായത് നല്ല ഫ്ലവർ വേസും ഫ്ലവറുമാണ് നിങ്ങൾ നോക്കി നടക്കുന്നെങ്കിൽ എന്തായിട്ട് ഉറപ്പായിട്ട് ഇത് വാങ്ങിച്ചു, ഞാൻ ഗ്യാരണ്ടി. അപ്പോൾ ഓക്കെ.